പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മൊബൈലുകളിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷനുകളുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ചതികൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോകും. അപ്പോൾ അമേരിക്ക മുസ്ലിം വേട്ടയ്ക്ക് വേണ്ടി വേൾഡിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു ഇസ്ലാമിക് ആപ്ലിക്കേഷനാണ് എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ്. ചില ആളുകൾക്ക് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷനൊക്കെ കിട്ടുമ്പോൾ എല്ലാം വലിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹോബിയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് തട്ടിപ്പുകളും ചതികളും ഉണ്ട് എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി ഇപ്പോൾ ഇതാ മുസ്ലിം ലോകത്ത് മൊത്തം അറബ് നാടുകളിൽ പ്രത്യേകിച്ചും പ്രചാരം നേടിയ ഒരു ആപ്ലിക്കേഷനാണ് മുസ്ലിം പ്രോ. അതിലെന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? ഓരോ സമയമാകുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്ക് അവരുടെ ടൈം സോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിസ്കാരത്തിൻ്റെ സമയം കൃത്യസമയത്ത് തന്നെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് എല്ലാ നിലയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അത് നൽകിക്കൊണ്ടിരിക്കും. പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചെല്ലാൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതിൻ്റെയൊക്കെ പുറമെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ടാൽ കിബില കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല, ഡയറക്ഷനും നമുക്ക് അതിലൂടെ ലഭിക്കും. ഇങ്ങനെ തുടങ്ങി അതിൻ്റെ ഉപയോഗങ്ങൾ അനന്തമായി നീണ്ടു കിടക്കുകയാണ്. പക്ഷേ ഇതാണ് ഇപ്പോൾ അമേരിക്ക മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ചിത്രം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് ഉള്ളതെന്ന് അമേരിക്കയിലെ സൈനികർക്ക് കൃത്യമായി GPS മുഖേന മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വരാനുള്ള സൗകര്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട്. കാരണം നാട്ടിലൊക്കെ വന്ന് അന്വേഷിച്ച് അവരാകെ ബുദ്ധിമുട്ടാകുമെന്ന് കരുതി നമ്മൾ അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ആ ലൊക്കേഷൻ ഓൺ ചെയ്താൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് വാഹനം നിർത്താൻ സാധിക്കും. എന്നാൽ അമേരിക്ക ഇപ്പോൾ മുസ്ലിങ്ങളെ വേട്ടയാടാൻ അവരുദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി ഡ്രോണുകളിൽ നിന്ന് മിസൈൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു വഴിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മുസ്ലിം പ്രോയാണ്. മുസ്ലിം പ്രോ എല്ലാ ഡാറ്റകളും അമേരിക്കൻ സൈനികർക്ക് കൈമാറുന്നു എന്ന ഒരു പ്രധാന റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈസ് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് എല്ലാ ചാനലുകളും ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ കിബിലയുടെ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഓരോ സമയവും അത് കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ അതിലൂടെ സാധിക്കും. അപ്പോൾ അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ലക്ഷ്യമിടുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുണ്ടെങ്കിൽ അവരെയൊക്കെ വേട്ടയാടാൻ അവർക്ക് നേരെ ഡ്രോണുകൾ കൃത്യമായി മിസൈൽ വർഷിക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിൻ്റെ പല മലമടക്കുകളിലൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര കൃത്യമായി ഈ ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അതുപോലെ ലെബനാനിലും ഫലസ്തീനിലും ഒക്കെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ പലപ്പോഴും ലക്ഷ്യം തെറ്റാതെ ഖണ്ഡിതമായിക്കൊണ്ട് ഓരോ നേതാക്കളെയും അവർ മിസൈൽ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് എന്ന്? ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ കൈകളിൽ ഉണ്ടായാൽ തന്നെ ധാരാളം മതി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഡ്രോണുകളിൽ നിന്ന് കൃത്യമായി ലക്ഷ്യം തെറ്റാതെ ആ വ്യക്തികൾക്ക് നേരെ മിസൈൽ ഉപയോഗിക്കാൻ അത് മുഖേന സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും അമേരിക്കൻ സൈനികർ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ ഡാറ്റകൾ മുഴുവൻ കയ്യിലാക്കിയെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മുസ്ലിമുകൾ സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനുകളുടെയും ഡാറ്റകൾ അമേരിക്കൻ സൈനികരുടെ കൈകളിൽ എത്തി എന്നതാണ് ഇപ്പോൾ പുതിയതായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ വ്യാപകമായി മുസ്ലിം പ്രോ അൺസ്റ്റാൾ ചെയ്യാനുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവസാനം മുസ്ലിം പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ വാക്താക്കൾ അവർ ഈ അമേരിക്കൻ സൈനികരിൽ ഇത്തരം കാര്യങ്ങൾ ഡാറ്റകൾ കണ്ടതിനെ തുടർന്ന് ഞങ്ങൾ ഡാറ്റ ഷെയറിങ് നിർത്തിവച്ചിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ യൂസേഴ്സ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു തന്ത്രമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളെ വലവീശാനുള്ള ഒരുപാട് തന്ത്രങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കാരണം മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ശത്രുക്കൾ ധാരാളമുണ്ട്. കാരണം സത്യത്തിനാണല്ലോ ശത്രുക്കൾ കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനെ വേട്ടയാടാൻ വേണ്ടി എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഈ മതത്തിന്റെ എതിരാളികൾ സജ്ജമായിരിക്കുന്നത് എന്ന ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരുപക്ഷെ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആളുകൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ അറിയുന്നത് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് മാത്രം. നമുക്കറിയാം ചില പ്രസ്ഥാനങ്ങൾ പോലും
ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പ്രസ്ഥാനങ്ങളെ പോലും സൃഷ്ടിച്ചിട്ടുള്ളത് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഒക്കെയാണ്, അല്ലെങ്കിൽ സയനിസ്റ്റുകളാണ് അതൊക്കെ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില ആളുകൾക്ക് അവർ ഇസ്ലാമിന്റെ തൗഹീദിന് വേണ്ടി പ്രചാരം നടത്തുന്നവരാണല്ലോ, അവർ സെലഫികളാണല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും വലിയ യുക്തി അമേരിക്കയും ഇസ്രയേലും CIA അതുപോലെ മൊസാദും ഒക്കെ നടത്തുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. നമ്മൾ നിസ്കരിക്കുന്നതിൽ കൃത്യനിഷ്ഠയെക്കുറിച്ചും നമ്മുടെ കിബിലയൊന്നും നഷ്ടപ്പെടാതെ ഡയറക്ഷൻ തെറ്റാതെ നിസ്കരിക്കാനും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മളെ കൊണ്ട് ദിക്ർ ചെല്ലിപ്പിക്കാനും ഒക്കെ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഇത്ര വലിയ താല്പര്യമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സമൂഹത്തിന് വലവീശാൻ സാധിക്കുക. ഏറ്റവും നല്ല വാഗ്ദാനങ്ങൾ, മതമാകുമ്പോൾ മതത്തിൽ ഏറ്റവും നല്ല വാഗ്ദാനങ്ങൾ, തൗഹീദ് പോലുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ അത്തരത്തിലുള്ള ചതികൾ നടത്തേണ്ടത് ഇത്തരം നല്ല വേർഡുകൾ കൊണ്ടാണ് എന്ന് അവർക്കും അറിയാം. കാരണം മാർക്കറ്റിംഗ് നടക്കുമ്പോൾ ഏറ്റവും നല്ല ഓഫറുകളും ആ വസ്തുവിനെ കുറിച്ചുള്ള നല്ല ഫ്യൂച്ചറുകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴാണല്ലോ അതിന് ഉപഭോക്താക്കൾ ഉണ്ടാവുക. എന്ന പോലെ തന്നെ ഏറ്റവും നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന പലതുമാണ് ഇവരൊക്കെ നമ്മുടെ മുന്നിലേക്ക് വാരി വിതറുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു ബോധം ഈ മുസ്ലിം സമൂഹത്തിന് ഇല്ലാതെ പോയാൽ നാം അഗാധ ഗർത്തങ്ങളിലേക്ക് ആപ്പതിക്കുമെന്ന കാര്യം നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം. ഏതായിരുന്നാലും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ മൊബൈലുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ വാരി വലിച്ച് മൊബൈൽ നടക്കാതിരിക്കാനൊക്കെ ഇനിയെങ്കിലും നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.